ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് മൈക്രോഗ്രീൻസ് ആണ് കേട്ടോ. ചെറുപയർ കൊണ്ടുള്ള മൈക്രോഗ്രീൻസ്. ഞാൻ തലേദിവസം രാത്രി കുതിർത്താൻ വെച്ച ചെറുപയറാണ് കേട്ടോ ഇത്. പിറ്റേ ദിവസം രാവിലെ ഇതുപോലെ ഒരു ഫുഡ് കണ്ടെയ്നറിൽ നല്ല കട്ടിയിൽ ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുത്തിട്ടാണോ ഞാൻ മുളപ്പിക്കാൻ വെക്കുന്നത്. നിങ്ങൾ ചെറുപയർ ഏത് മെത്തേഡിലാണോ മുളപ്പിക്കാറ് അങ്ങനെ മുളപ്പിക്കാം കേട്ടോ. ഞാൻ പിന്നെ പാത്രം ചേഞ്ച് ചെയ്യണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഇതിൽ തന്നെയാണ് കേട്ടോ മുളപ്പിക്കാൻ വെച്ചത്. നിങ്ങൾക്ക് ചെറുപയറോ വൻപയറോ കടലോ ഏത് വേണമെങ്കിലും മുളപ്പിച്ച് ഇതുപോലെ മൈക്രോഗ്രീൻസ് ഉണ്ടാക്കാം കേട്ടോ. നമ്മൾ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ഇതുപോലെ ചെറുതായിട്ട് മുളയൊക്കെ വന്നിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഇതുപോലെ മൂടിയൊന്നും വെച്ച് കൊടുക്കണ്ട. നമ്മൾ ഒരു 3 നേരം അല്ലെങ്കിൽ 2 നേരമൊക്കെ നല്ലപോലെ വെള്ളം നനച്ച് കൊടുക്കണം കേട്ടോ. കാരണം ടിഷ്യൂ പേപ്പർ ആയതുകൊണ്ട് വേഗം വെള്ളം വലിച്ചെടുക്കാം. അപ്പോൾ ടിഷ്യൂ പേപ്പർ ഉണങ്ങാതെ നമ്മൾ നോക്കണം, നല്ലപോലെ നനച്ച് കൊടുക്കണം. ഞാനിവിടെ ഒരു ജനലിൻ്റെ സൈഡിൽ നല്ല വെയിലിട്ടാൻ പാകത്തിനാണ് കേട്ടോ വെച്ചത്. അതുകൊണ്ട് വേഗം വളർന്നിട്ടുണ്ട്. ഇത്രയും ആവുന്നതിന് മുമ്പ് വേണമെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ. ഒന്നില്ലെങ്കിൽ കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ വേരോടുകൂടി എടുത്തിട്ട് ഇതുപോലെ ടിഷ്യൂ പേപ്പറൊക്കെ വാഷ് ചെയ്ത് കളഞ്ഞിട്ട് എടുക്കാം കേട്ടോ. സാലഡായിട്ട് കഴിക്കാനാണ് ഏറ്റവും നല്ലത്. കുക്ക് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് കഴിക്കാം കേട്ടോ. വളരെയധികം നല്ല നല്ല ഗുണങ്ങളുള്ള ഒരു കാര്യമാണ് കേട്ടോ ഈ മൈക്രോഗ്രീൻസ്. അപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ.